ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കത്തീഫിലുള്ള OSS ബീച്ചിലാണ്. അടിപൊളിയാണ്. പക്ഷെ നമ്മൾ വന്ന സമയം ഒരു ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര വെയിൽ. ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല വൈബായിരിക്കും. ഒരു ബ്ലൂ കളർ, പെയിൽ ഗ്രീൻ കളറ്, കടലും ഒരു മോൾഡീവ്സിൻ്റെ ഒരു ടച്ചൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലമാണ്. കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ OSS ബീച്ചിലെത്തി. കത്തീഫിലെ തറൂക്ക് ഐലൻഡിലാണ് ഈ കത്തീഫ് ഉള്ളത്. ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൊരു സ്പോട്ടാണ് ഈ OSS ബീച്ച്. ഇവിടെ വന്നിട്ട് നമ്മൾ വന്ന സമയം ശരിയല്ല. എന്ന് വെച്ചാൽ ഉച്ച സമയത്ത് ഭയങ്കര വെയിലാണ്, അവിടെ അങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു അവിടെ. പിന്നെ നമ്മൾ എൻട്രൻസ് വരുമ്പോൾ ഒരു വലിയൊരു കണ്ണാടിയുണ്ട്, മിററുണ്ട്, അവിടെ വന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് OSS ബീച്ച് എന്ന്. ഇങ്ങോട്ട് വരുമ്പോൾ അതാണ്ട് ഇവിടെ കുറച്ച് വീട് പോലെ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് അവിടെ പോയി സ്പെൻഡ് ചെയ്യും. ഇവിടെ ഫ്രീ എൻട്രി ആണ്, ഇവിടെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ ഇവിടെ വന്നിട്ട്, ഇവിടെ ഇപ്പോൾ കടൽ അകത്തോട്ട് കയറി കിടക്കുവാണ് ഇപ്പം വെയിലായതുകൊണ്ട്. അവിടെ വന്നിട്ട് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഒക്കെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പറ്റിയ സ്പോട്ടാണ് ഇത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. കടലൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഊഞ്ഞാലാടിയൊക്കെ വിശ്രമിക്കാം. ഒരു വൈകുന്നേര സമയങ്ങളൊക്കെ ആനന്ദകരമാക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. OSS ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തണ്ടൽ റെസ്റ്റോറൻറ്റിൽ വന്ന് ദമാമിലുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഫിഷൊക്കെ നമുക്ക് ലൈവായിട്ട് പറഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്ത് തരും. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ആംബിയൻസ് ഒക്കെ, അവിടുത്തെ ലൈറ്റിങ്ങും ഒക്കെ വെച്ചിട്ട് താഴെയാണ് കുറച്ചുകൂടെ നല്ലത്, സ്പേഷ്യസ് ആയിട്ട്. മേളിലും ഉണ്ട് സീറ്റിങ്, മേളിൽ ഫാമിലി ആയിട്ടിരിക്കാം, ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ട് ഈ സ്ക്വിഡ് ബ്രോസ്റ്റഡും പിന്നെ കല്ലുമ്മക്കായുമാണ്. പിന്നെ അല്ലാതെ ഓർഡർ ചെയ്തത് പ്ലാറ്ററാണ്. 2 സീ ബ്രീമിൻ്റെ ഗ്രില്ലും പിന്നെ അതിൽ കുറച്ച് പ്രോൺസൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ് ഈ ഹോട്ടൽ വന്നിട്ട്, തണ്ടൽ റെസ്റ്റോറൻറ്റ് ദമാമിൽ. അതിനുശേഷം നമ്മൾ പോയത് ഡോൾഫിൻ ഷോയ്ക്കാണ് ദമാമിൽ. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 10 റിയാലാണ്. ഇവിടെ പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്കെയറി വേൾഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ ബലൂണിനകത്ത് കയറി നിന്ന് നടക്കാം, ഓടാം. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത്, സീലിൻ്റെ ഷോ ആയിരുന്നു അത് ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു സീല് വന്നു. അത് കഴിഞ്ഞ് ഡോൾഫിൻ ഷോ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണിത്.
അങ്ങനെ നമ്മൾ ഡോൾഫിൻ വില്ലേജൊക്കെ കണ്ട് ദമാമിൽ നിന്ന് തിരിച്ച് ജുബൈലി വന്നു. ജുബൈലിൽ നിന്ന് ദമാമിലോട്ടൊക്കെ 25 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് എടുത്തത് ജുബൈൽ കോർട്ട്യാർഡ് ഹോട്ടലാണ്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. വെയിറ്റിംഗ് ഏരിയ ആണെങ്കിലും എല്ലാം ഒരു ക്ലാസ് ഹോട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ റൂമിലോട്ട് പോവാണ്. നമ്മൾ റൂമിലോട്ട് കയറുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഷെൽഫുണ്ട്, കബോർഡ് പോലെ. പിന്നെ നമുക്ക് കെറ്റിൽ വെച്ചിട്ടുണ്ട്, ടീ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ TV ഉണ്ട്, പിന്നെ ഒരു ബെഡുണ്ട്, പിന്നെ ടേബിളുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാൻ, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്.